കോഴിക്കോട് വടകരയിൽ 5ാം ക്ലാസ്സുകാരനു നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ. വിദ്യാർത്ഥിയായ വിയാൻ സ്കൂൾ ബാഗ് നായ്ക്കൾക്ക് നേരെ എറിഞ്ഞപ്പോഴാണ് തെരുവ് നായ്ക്കൾ പിന്മാറിയത്. ശേഷം വിയാൻ ഓടി അടുത്തുള്ള മതിൽ കയറി നിൽക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ തെരുവുനായ ആക്രമണത്തിൻ്റെ, അതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരികയാണ്. അതിൽ തന്നെ പലതും ഈ കുട്ടികളാണ് ഈ രക്ഷപ്പെടുന്നതിൽ. എന്താണ് കോഴിക്കോട് സംഭവിച്ചത് നിഖിൽ? റീജിത്ത്, ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 4 മണി കഴിഞ്ഞാണ് ഈ സംഭവം. വടകര കൊക്കഞ്ഞാത്ത് റോഡ് അവിടെ താമസിക്കുന്ന വിയാൻ വിജിത്ത് എന്ന കുട്ടി 5ാം ക്ലാസ്സുകാരനാണ്. അവർ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരവെയാണ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഇങ്ങനെ 4-5 തെരുവ് നായ്ക്കൾ ആ വീടിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അതിലൊരു തെരുവ് നായ കുഞ്ഞിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. സമയോചിതമായ ഇടപെടൽ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതല്ല. അതായത് നല്ല ധൈര്യം ആ കുട്ടി കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് തന്നെ കുട്ടി തൻ്റെ കയ്യിലുള്ള ബാഗ് അതിന് നേരെ എറിയുകയും തുടർന്ന് വീടിന് പുറകോട്ട് ഓടുകയുമായിരുന്നു. അമ്മയെ വിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. അതിൻ്റെ ശബ്ദത്തിൽ നമുക്ക് അതിൻ്റെ ആംബിയൻസിൽ കേൾക്കാൻ കഴിയും. ആ കുട്ടി പെട്ടെന്ന് തന്നെ തൻ്റെ അമ്മയെ വിളിച്ച് പുറകിലോട്ട് ഓടുകയാണ്. പുറകെ തന്നെ കുഞ്ഞിന് പുറകെ തന്നെ ഒരു 4-5 തെരുവ് നായ്ക്കൾ ഓടുന്നുമുണ്ട്. അത്ഭുതകരമായാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ മേഖലയിൽ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപും കുട്ടികളെ തന്നെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നഗരത്തിലെമ്പാടും തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികം വർദ്ധിക്കുകയും അത് ദിനംപ്രതി കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള അപകടങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടി വിയാൻ വളരെ അവസരോചിതമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ആ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഈ കുഞ്ഞ് ഇരയാകാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൊടുന്നനെ തന്നെ വീടിന് പുറകിലേക്ക് പോവുകയും അമ്മയെ വിളിക്കുകയും മതിലിന് മുകളിൽ കയറി കുട്ടി നിൽക്കുകയുമായിരുന്നു. അങ്ങനെയാണ് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മേഖലയിൽ തെരുവുനായകളുടെ ശല്യം വളരെ രൂക്ഷമാണെന്നും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അതിരാവിലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന, മദ്രസയിലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ് ഇത്തരത്തിലെ തെരുവുനായ്ക്കളുടെ മുന്നിൽപ്പെടുന്നത്. ആ കുട്ടികളെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തദ്ദേശ സ്ഥാപനങ്ങൾ കാണണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശ്രീജിത്ത്, സ്മിത. ശരി, നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.